എൻ്റെ കുട്ടിയുടെ പ്രശ്നമാണോ എൻ്റെ പ്രശ്നമാണോ? പലപ്പോഴും പാരൻറ്റിങ് കൗൺസിലിങ്ങിൽ മാതാപിതാക്കൾ വന്നിരിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എസ്പെഷ്യലി ടീനേജ് മക്കൾ. ഇപ്പോൾ 12 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള മക്കളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞു വരുമ്പോൾ ഇവർക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്, എൻ്റെയാണോ അവളുടെയാണോ പ്രശ്നം. ഓക്കെ, നമുക്കിപ്പോൾ ഇതിനെ രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. പലപ്പോഴും പാരൻസ് ചോദിക്കുന്നത് ടീനേജ് പ്രശ്നമാണോ എന്ന് ചോദിക്കുന്നതിൻ്റെ മെയിനായിട്ട് വരുന്ന ഒരു സബ് ഹെഡിങ് എന്തൊക്കെയാണ്? വൈ ഡസ് ഇറ്റ് ഫീൽ ലൈക്ക് എ ടീനേജ് പ്രോബ്ലം? നമ്പർ 1 ഇസ് ബിക്കോസ് അഡോളസെൻറ്റ് ഏജ് ഇസ് എ ട്രാൻസിഷണൽ സ്റ്റേജ്. അതായത് ഒരുപാട് വ്യത്യാസങ്ങൾ അവരുടെ ഫിസിക്കലായിട്ട്, ഇമോഷണലായിട്ട്, ഇൻ്റലക്ച്വലായിട്ട്, അവരുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരുപാട് ചേഞ്ചസ് അവരിൽ തന്നെ വരുന്ന ഒരു ടൈമാണ് ഈ ടീനേജ്. ഓക്കെ, ഇതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും ഇവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഹൈപ്പിലായിരിക്കും, ദേഷ്യം അങ്ങേയറ്റമായിരിക്കും. പിന്നെ എന്നാണ്, ഇവർക്ക് ഇൻഡിപെൻഡൻസ് വേണം, സ്വന്തമായിട്ടുള്ള ഒരു വോയിസ് ഇവർ റേസ് ചെയ്യാൻ ശ്രമിക്കും. എന്ത് അച്ഛനും അമ്മയും പറഞ്ഞാലും അത് കൺവെൻഷനലാണ്, ഞാൻ പറയുന്നതാണ് ശരി എന്ന് ഇവർ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ പിയർ ഇൻഫ്ലുവൻസ്, അതായത് ഫ്രണ്ട്സും അതേപോലെ തന്നെ അവരുടെ ഒരു ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നതാണ് ശരി, നിങ്ങൾ പറയുന്നതെല്ലാം തെറ്റാണ് എന്നിങ്ങനെ പറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ പാരൻസ് വിചാരിക്കും, കേട്ടോ ഇത് നിൻ്റെ പ്രശ്നമാണ്, എൻ്റെ പ്രശ്നമല്ല. അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ എന്താ പോകുന്നത്? എന്തുകൊണ്ടാണ് പാരൻസിന് പ്രോബ്ലം? വൈ ഡസ് ഇറ്റ് ഫീൽ ലൈക്ക് എ പാരന്റൽ പ്രോബ്ലം? അതെന്താണെന്നറിയാമോ? എന്നെ പറ്റി എപ്പോഴും ഹൈ എക്സ്പെക്റ്റേഷനാണ്. എന്തൊക്കെയൊക്കെയോ മനസ്സിൽ കണ്ട് ഞാൻ മുഖത്തോട്ട് നോക്കുമ്പോൾ എന്നോട് ഒന്നിൽ ഉപദേശം, അല്ലെങ്കിൽ ദേഷ്യപ്പെടൽ, അല്ലെങ്കിൽ തർക്കം. എപ്പോഴും അങ്ങനാകണം, ഇങ്ങനാകണം, അങ്ങനാകണം എന്നുള്ളൊരു ചിന്ത. ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നോട് പറയാനുള്ളത്. നമ്പർ 2, കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ. ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ പറയുന്നത്, ഞാൻ വിചാരിക്കുന്ന രീതി ഒന്നും ശരിയല്ല എന്നാണ് ഇവരുടെ ചിന്ത. എൻ്റെ ടേസ്റ്റുകളൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ എന്തൊക്കെയാണോ പറയുന്നത് അതെല്ലാം തെറ്റാണ് എന്ന് അവർ സ്ഥാപിച്ചുകൊണ്ടേയിരിക്കും. ആൻഡ് നമ്പർ 3, കമ്പാരിസൺ ആൻഡ് പ്രഷർ. എന്ത് ഞാൻ ചെയ്താലും അത് വേറെ ആരെങ്കിലും ഒരാളായിട്ട് ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി എന്നെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ നിലപാടുകളൊന്നും ശരിയല്ല എന്ന് എന്നെ പറഞ്ഞ് ധരിപ്പിച്ച് അവരുടെ നിലപാട് അവർ എന്നിൽ ഉറപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തും. അത് എന്ത് കാര്യത്തിലാണെങ്കിലും ഇങ്ങനെയാണ് നടക്കുന്നത്. ഞാനിത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്ക് മുമ്പിൽ ടീനേജേഴ്സ് പാരൻസിനെ പറ്റി പറയുന്നതും പാരൻസ് ടീനേജേഴ്സിനെ പറ്റി പറയുന്നതും ഇങ്ങനെയാണ്. ഇപ്പോൾ ഇതിൽ ആരുടെയാണ് പ്രശ്നം എന്നറിയാമോ? രണ്ടുപേരുടെ കയ്യിലും പ്രശ്നമില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ദറ്റ് ബോത്ത് യുവർ ഏജ് ഗ്രൂപ്പ്സ് ആർ ഡിഫറെൻറ്റ്. അപ്പോൾ ഇവിടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം ഒന്ന് നടത്തിയാൽ മതി. എങ്ങനെ നടത്തും? ഇറ്റ് ഈസ് ഓൾ അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ദി ഡെവലപ്മെൻറ്റൽ സ്റ്റേജ്. പാരൻസിൻ്റെ സ്റ്റേജ് കുട്ടികളെ എന്തായാലും മനസ്സിലാക്കാനുള്ള സാധ്യത കുറവാണ്. നമ്മളാണ് അവരുടെ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ടീനേജേഴ്സിന് ദേ നീഡ് ഗൈഡൻസ് ആൻഡ് എംപത്തി. മനസ്സിലായോ? ഇവരുടെ ഈ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൻ്റെ കാര്യം എന്താണ്, ഇവരുടെ ബ്രെയിനിലൂടെ എന്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കി ആ രീതിയിൽ നിങ്ങളെ മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് അവിടെ മാത്രമേ നടക്കുള്ളൂ. ബിക്കോസ് അവർക്ക് അവർ മനസ്സിലാക്കുന്ന ഫാക്ടർ ഒരു പൊടിക്ക് കുറവാണ്. എന്തുകൊണ്ട് മനസ്സിലാക്കിക്കൂടാ? മനസ്സിലാക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ദെയർ ബ്രെയിൻ ഇസ് അണ്ടർഗോയിങ് എ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ്. ഓക്കെ, അപ്പം നമ്മളത് മനസ്സിലാക്കി നമ്മുടെ ഒരു നിലപാട് മാറ്റി ഒന്നും കൂടെ പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? യു നീഡ് ടു ലിസൺ മോർ. നന്നായിട്ട് നിങ്ങൾ കേൾക്കാൻ നോക്കുക. ജഡ്ജ് ലെസ്. അത്യാവശ്യം ജഡ്ജ്മെൻറ്റലാണ് നമ്മുടെ മെയിൻ ഒരു പ്രശ്നം. ഹൈ എക്സ്പെക്റ്റേഷൻ ആൻഡ് ജഡ്ജ്മെൻറ്റൽ അഡ്വൈസസ് അതൊന്ന് കുറയ്ക്കാൻ നോക്കുക. പിന്നെ കൺട്രോൾ എന്നൊരു രീതിയിൽ നിന്ന് സപ്പോർട്ട് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ തന്നെ നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുക. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ അപ്രോച്ചിൽ നിങ്ങളൊന്ന് മാറ്റം വരുത്തിയാൽ തന്നെ കുറേയൊക്കെ ചേഞ്ചസ് അവിടെ വരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ.